നല്ല ചൂടോടെ ഒരു മത്തങ്ങ സാമ്പാർ, മത്തങ്ങയും ഉള്ളിയും ചേർത്തിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കണത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും, വളരെ എളുപ്പമാണ്. അതുമാത്രമല്ല ഇതിൽ പരിപ്പ് വേവിച്ച് ചേർക്കണില്ല, എന്നാൽ തേങ്ങ വറുത്തും ചേർക്കണില്ല. തേങ്ങ ചേർക്കണുണ്ടോയെന്ന് വെച്ചാൽ ഒരിത്തിരി തേങ്ങ ചേർക്കുന്നുണ്ട്, പക്ഷേ എളുപ്പപ്പണിയാണ്. അപ്പോൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വറക്കേണ്ട കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ് എടുത്ത അതേ അളവിൽ 1 ടീസ്പൂൺ തന്നെ ഉഴുന്നുപരിപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉലുവ, 1/4 ടീസ്പൂൺ തന്നെ നല്ല ജീരകം, അതായത് ഒരു നുള്ള് മതിയാവും കേട്ടോ ജീരകം. ജീരകത്തിൻ്റെ സ്വാദ് ഇഷ്ടമല്ലാത്തവർക്ക് ജീരകം ഒഴിവാക്കും ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ്. ഇനിയിപ്പോൾ ഇത് സാമ്പാർ പൊടിയായിട്ട് പൊടിച്ച് വെക്കേണ്ടവർക്ക് അങ്ങനെ പൊടിച്ച് വെക്കാനും ഈ റെസിപ്പി ഉപകാരപ്പെടും കേട്ടോ. നമ്മളിവിടെ ടേബിൾ സ്പൂണിലല്ല അളവ് പറയണത്, ടീസ്പൂണിലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മല്ലിയുടെ അളവ് 7 ടീസ്പൂണാണ് കേട്ടോ. മല്ലിയാണ് ഇതിൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത്. മല്ലി ഒന്ന് ഏകദേശം മൂത്ത് വരണ സമയത്ത് വേണം വറ്റൽമുളക് ചേർക്കാൻ. ഇത് നന്നായിട്ട് നിറം മാറിക്കഴിഞ്ഞാൽ എരിവിന് വേണ്ടിയിട്ട് 6 മുതൽ 7 വരെ വറ്റൽമുളക് ചേർക്കാം. ഇത് കശ്മീരി അല്ല കേട്ടോ, എരിവുള്ള മുളക് തന്നെയാണ്. അപ്പോൾ സാമ്പാർ പൊടിയായിട്ട് ഇതുപോലെ പൊടിച്ച് വെക്കേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കായപ്പൊടി, അല്ലെങ്കിൽ വറക്കണ സമയത്ത് തന്നെ ഒരു ചെറിയ കഷ്ണം കായം ചേർക്കണം കേട്ടോ. കായപ്പൊടി അല്ലെങ്കിൽ കായം. ഇപ്പം ഞാൻ എന്താ ചേർക്കാത്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സാമ്പാറായിട്ട് ഉണ്ടാക്കുകയാണല്ലോ ചെയ്യണത്, അതുകൊണ്ട് സാമ്പാറിലേക്കാണ് ഞാൻ കായപ്പൊടി ചേർക്കണത്, അതുകൊണ്ട് ഇതിൽ ചേർത്തിട്ടില്ല എന്ന് മാത്രം. ഇനി നമുക്ക് കഷ്ണം വേവിക്കാം. സാമ്പാറിന് എന്തൊക്കെ കഷ്ണങ്ങൾ ചേരുമോ ഏത് കഷ്ണം വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഇന്ന കഷ്ണം എന്നൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ മത്തങ്ങയും ഉള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ സവാള എടുത്തെങ്കിലും മത്തങ്ങയും ചെറിയ ഉള്ളിയും ഒരു നല്ല കോമ്പിനേഷനാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, തക്കാളി സാധാരണ എടുക്കണ വേറെ ഏത് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. കഷ്ണം വെന്ത് കഴിഞ്ഞാൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചേർക്കുകയാണ്. പുളി ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി ഇതിൽ തേങ്ങയും പൊടിയും ഒരേ അളവിൽ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തേങ്ങ വറുത്തരയ്ക്കണമെന്നില്ല, പച്ച തേങ്ങയാണ് അരയ്ക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊടി ഞാൻ ഉദ്ദേശിക്കുന്നത് 3 ടേബിൾ സ്പൂണാണ്. അപ്പോൾ തേങ്ങ ചിരകിയതും 3 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. അത് ഞാൻ എളുപ്പത്തിന് വേണ്ടി ചിരകാതെ പൂളാക്കി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. തേങ്ങ ഒന്ന് കറക്കിയെടുത്തു. നമ്മൾ പൊടിച്ചു വെച്ച പൊടി 3.5 ടേബിൾ സ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഴുവൻ ചേർത്തു. ശരിക്കും 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 3 ടേബിൾ സ്പൂൺ പൊടി. അത് ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് അരച്ച് വെച്ചതും കൂടി ചേർക്കണം കേട്ടോ. അരച്ച് വെച്ചതിന് നല്ല വാസനയാണ്. ഒരു നുള്ളു ജീരകം ചേർക്കുമ്പോൾ തന്നെ ശരിക്കും ഒരു കർണാടക സ്റ്റൈലാണ്. അപ്പോൾ ആ ഒരു വാസന നന്നായിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ച് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് അതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈസിയാണ്. എപ്പോൾ സാമ്പാർ ഉണ്ടാക്കണം എന്ന് തോന്നിയാലും അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് അരയ്ക്കുക, കഷ്ണം വേവിച്ചതിലേക്ക് ചേർക്കുക. പണി കഴിഞ്ഞു. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് തിളച്ചുകൊണ്ടിരിക്കണം, എന്താ വെച്ചാൽ കൽച്ചട്ടി ആയതുകൊണ്ടാണ്. ഇനി നല്ലോണം 2-3 തണ്ട് കറിവേപ്പിലയും അതുപോലെ കടുകും കൂടി വറുത്തിടും കൂടി ചെയ്താൽ സാമ്പാർ റെഡിയാണ്.